പിണറായി വിജയൻ പറഞ്ഞാൽ ഈ കേരളത്തിൽ ആരാ വിശ്വസിക്കാൻ പോകുന്നത്? CPM-കാർ വിശ്വസിക്കുമോ? ഈ പറയുന്ന കാര്യത്തിനകത്ത് വല്ല വസ്തുതയുണ്ടോ? സത്യം പറഞ്ഞിട്ടുണ്ടോ അയാൾ? ഈ രാജ്യത്ത് കള്ളപ്പണം ഉണ്ടാക്കി കൊള്ളപ്പണം ഉണ്ടാക്കി പണമുണ്ടാക്കാനല്ലാതെ പിണറായി വിജയൻ അധികാരം എന്തിനു ഉപയോഗിച്ചു? എവിടെ വികസനത്തിന് പിണറായി വിജയൻ പ്രവർത്തിച്ചു? എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടാക്കിയത്? ഒരു 5 കാര്യം എടുത്തു പറയാൻ പറ്റുമോ? ഒന്നുമില്ല. അദ്ദേഹം പണമുണ്ടാക്കി, കോടാനുകോടികൾ ഉണ്ടാക്കി. അത് മകൻ്റെയും മകളുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് വിദേശത്തേക്ക് പോയി. അതൊക്കെയാണ് അദ്ദേഹം ഉണ്ടാക്കിയ സമ്പാദ്യം. ആ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ, സ്വർണ്ണക്കൊള്ളക്ക് അവരെ പിന്തുണയില്ലേ? അല്ലെങ്കിൽ ഈ 2 പേരെ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് അന്വേഷണം നിർത്തുമോ? എന്തുകൊണ്ട് ബാക്കിയുള്ള 2 പേര് മാത്രം ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ പറ്റുമോ? അതിന് പിറകിൽ വേറെ ആളുകളില്ലേ? എന്തേ ആരെയും അറസ്റ്റ് ചെയ്യാത്തത്? അത് കള്ളന്മാരോടൊപ്പം കൊള്ളക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെ കേരളം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധിയിൽ പ്രതിഷേധമുണ്ട് ജനങ്ങൾക്ക്. ആ പ്രതിഷേധത്തിൻ്റെ അലയടിയാണ് ഈ കണ്ട തിരഞ്ഞെടുപ്പ് എന്ന്. അതുകൊണ്ട് കള്ളപ്പണം കൊണ്ട് ഈ സംസ്ഥാനം ഉള്ളം കയ്യിലെടുക്കാമെന്ന് ശ്രമിച്ച പിണറായി വിജയനുള്ള തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ ഓർക്കണം. CPM-ന്റെ മേഖലയിൽ പോലും അവർ തോറ്റു. അത് ഓർക്കേണ്ടത്, അതാണ് ഏറ്റവും പ്രധാനം. നമസ്കാരം. 10 വർഷത്തെ ഭരണം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ കുടുംബത്തിന്റെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്തിയത്. സ്വന്തം കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ പേരിലും കോടികൾ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുവാൻ വേണ്ടി പിണറായി വിജയൻ അത്യധ്വാനം ചെയ്യുകയായിരുന്നു. 2 തവണയായി ഭരണം കിട്ടിയപ്പോൾ ഈ 2 തവണ കൊണ്ട് 10 വർഷം കൊണ്ട് കേരളം കട്ടുമുടിച്ച പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് കേരളത്തിൽ ചെയ്തത്. ഏതെങ്കിലും 1, 2, 3, 4, 5 എന്ന് എണ്ണി ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഈ കേരളത്തിൽ എന്നാണ് KPCC-യുടെ മുൻ പ്രസിഡന്റായ K. സുധാകരൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ UDF മേൽക്കൈ നേടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് പിണറായി വിജയനെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ചില വസ്തുതകൾ വെളിപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങളെ കട്ടുമുടിച്ച് കേരളത്തിലെ ജനജീവിതം ദുസ്സഹമാക്കിയ പിണറായി വിജയനോടുള്ള പ്രതിഷേധമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത് എന്നാണ് K. സുധാകരൻ എടുത്തു പറഞ്ഞത്. തായ്ക്കണ്ടി കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മാത്രം മുഖ്യമന്ത്രി കസേരയിലിരുന്ന് നാട് കട്ടുമുടിച്ച ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്നാണ് K. സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഏതെങ്കിലും ഒരു വികസനം നിങ്ങൾക്ക് ഈ നാട്ടിൽ കാണിച്ചു തരാൻ സാധിക്കും? മുഖ്യമന്ത്രി കൊണ്ടുവന്ന ഒരു വികസനം നിങ്ങൾക്കൊന്ന് എണ്ണി പറയാമോ എന്നാണ് K. സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തുറന്നടിച്ചത്. ഇത് ജനജീവിതം ദുസ്സഹമാക്കിയതിന് ജനങ്ങളുടെ പ്രതിഷേധം അലയടിച്ചതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെ കാണാൻ സാധിക്കും. UDF വലിയ മുന്നേറ്റം നടത്തും, മേൽക്കൈ നേടും എന്ന് തന്നെയാണ് K. സുധാകരൻ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം അയ്യപ്പ ഭക്തന്മാരുൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള വേദനയാണ് ഉണ്ടാക്കിയത് എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നു എന്ന് K. സുധാകരൻ പറയുമ്പോൾ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പിന്നീട് എന്തുകൊണ്ടാണ് പത്മകുമാറിന് ശേഷം മറ്റൊരു അറസ്റ്റ് നടക്കാതെ പോയത്? ഒരു N. വാസുവോ പത്മകുമാറോ മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ നിന്നും ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണങ്ങൾ അത്രയും അടിച്ചുകൊണ്ടുപോകാൻ പറ്റും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിലും വലിയ മണ്ടത്തരം കേരളത്തിൽ വേറെ ഏതാണുള്ളത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ, കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാതെ, ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഇവരാരും അറിയാതെ ശബരിമലയിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ ഉന്നത നേതാക്കൾ അറിയാതെ, വൻ സ്രാബുകൾ അറിയാതെ ശബരിമലയിൽ നിന്നും സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരു ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറോ ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവോ മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ നിന്നും കോടാനുകോടി വില വരുന്ന ഈ ആന്റിക് മൂല്യമുള്ള ശാസ്താവിന്റെ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റാൻ സാധിക്കില്ല, സ്വർണ്ണ നിർമ്മിതികൾ അടിച്ചു മാറ്റാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് K. സുധാകരൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടി തന്നെയാണ്, അല്ലെങ്കിൽ അന്ന് UDF നേടാൻ ഉദ്ദേശിക്കുന്ന, UDF നേടുന്ന വലിയ വിജയത്തിന്റെ നാന്ദിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത് പിണറായി വിജയന്റെ മരണമണി തന്നെയാണ് എന്നാണ് K. സുധാകരൻ വ്യക്തമാക്കിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചന വന്നപ്പോൾ തന്നെ UDF മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും മേൽക്കൈ നേടുന്നു എന്നുള്ള കൃത്യമായ വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി K. സുധാകരൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയ നയവഞ്ചകന്മാരെ ഈ നാട് കട്ടുമുടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൂട്ടരെയും കേരളത്തിൽ ജനം ഇനി വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ UDF-ന് വലിയ ഭൂരിപക്ഷം നൽകി ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയത്. ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെ K. സുധാകരൻ പറയുകയുണ്ടായി. K. സുധാകരൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലം ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായ തീരുമാനമാണ്. മഹാഭൂരിപക്ഷവും ഐക്യജനാധിപത്യ മുന്നണി കയ്യിലൊതുക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും
ഞങ്ങൾ കൈയടക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങളുടെ ജനങ്ങളോടുള്ള പെരുമാറ്റം, ഞങ്ങളുടെ കഴിഞ്ഞകാല കഥ, അതൊക്കെ ജനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് മനസ്സിൽ കൊണ്ടുവന്നു എന്നതിന് തെളിവാണ് ഈ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഞ്ചായത്ത് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട്. ആ പഞ്ചായത്തൊക്കെ പിടിച്ചെടുത്തതിൻ്റെ പിറകിൽ ജനങ്ങളുടെ പിന്തുണയാണ്. ആ പിന്തുണ ഞങ്ങളിലുള്ള വിശ്വാസമാണ്, ഐക്യജനാധിപത്യ മുന്നണിയിലുള്ള വിശ്വാസം. ആ വിശ്വാസം കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു, കണ്ണൂരിൽ പ്രത്യേകിച്ചും വർദ്ധിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം. ജില്ലാ സെക്രട്ടറിയുടെ വാർഡ് പോലും തോറ്റു. അതൊക്കെ ഇതാ റിസൾട്ട്. വിശ്വസിക്കണ്ടേ? പിണറായി വിജയൻ പറഞ്ഞാൽ ഈ കേരളത്തിൽ ആരാ വിശ്വസിക്കാൻ പോകുന്നത്? CPM-കാർ വിശ്വസിക്കുമോ? ഈ പറയുന്ന കാര്യത്തിനകത്ത് വല്ല വസ്തുതയുണ്ടോ? സത്യം പറഞ്ഞിട്ടുണ്ടോ അയാൾ? ഈ രാജ്യത്ത് കള്ളപ്പണം ഉണ്ടാക്കി കൊള്ളപ്പണം ഉണ്ടാക്കി പണം ഉണ്ടാക്കാനല്ലാതെ പിണറായി വിജയൻ അധികാരം എന്തിനു ഉപയോഗിച്ചു? എവിടെ വികസനത്തിന് പിണറായി വിജയൻ പ്രവർത്തിച്ചു? എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടാക്കിയത്? ഒരു 5 കാര്യം എടുത്ത് പറയാൻ പറ്റുമോ? ഒന്നുമില്ല. അദ്ദേഹം പണമുണ്ടാക്കി, കോടാനുകോടികൾ ഉണ്ടാക്കി. അത് മകൻ്റെയും മകളുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് വിദേശത്തേക്ക് പോയി. അതൊക്കെയാണ് അദ്ദേഹം ഉണ്ടാക്കിയ സമ്പാദ്യം. അതുകൊണ്ട് കള്ളപ്പണം കൊണ്ട് ഈ സംസ്ഥാനം ഉള്ളം കയ്യിലെടുക്കാമെന്ന് ശ്രമിച്ച പിണറായി വിജയനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ ഓർക്കണം. CPM-ന്റെ മേഖലയിൽ പോലും അവർ തോറ്റു. അത് ഓർക്കേണ്ടത്, അതാണ് ഏറ്റവും പ്രധാനം. സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ, സ്വർണ്ണക്കൊള്ളക്ക് അവരെ പിന്തുണയില്ലേ? അല്ലെങ്കിൽ ഈ 2 പേരെ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് അന്വേഷണം നിർത്തുമോ? എന്തുകൊണ്ട് ബാക്കിയുള്ള 2 പേര് മാത്രം ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ പറ്റുമോ? അതിന് പിറകിൽ വേറെ ആളുകളില്ലേ? എന്തേ ആരെയും അറസ്റ്റ് ചെയ്യാത്തത്? അത് കള്ളന്മാരോടൊപ്പം കൊള്ളക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെ കേരളം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി. ആ പ്രതിസന്ധിയിൽ പ്രതിഷേധമുണ്ട് ജനങ്ങൾക്ക്. ആ പ്രതിഷേധത്തിൻ്റെ അലയടിയാണ് ഈ കണ്ട തിരഞ്ഞെടുപ്പ് എന്ന് നിശ്ചയമായും 100% നമുക്ക് ആത്മവിശ്വാസം കൂടിയല്ലേ. നമ്മൾ നേരെ ചൊവ്വേ പോകുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ജനങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ്. പറയുന്നത് കാര്യം ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ആ വിശ്വാസം ജനങ്ങളിൽ ഉണ്ട് എന്നതിന് തെളിവാണ് ഈ വിജയം. അതുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസമുണ്ട്, ജനങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട്. ഞങ്ങൾ മുൻപോട്ട് പോകും.